ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ സമൂസ കഴിച്ചാലോ എന്നൊരു ചിന്ത. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കിയാലോ എന്ന്. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഇട്ടു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി. ഇളക്കിയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടായിരുന്നു, വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കറിവേപ്പില ഇട്ടു. ആ കൂട്ട് നമ്മളവിടെ മാറ്റി വെച്ചു. അതിന് ശേഷം സമൂസ ഷീറ്റ് നമ്മൾ വാങ്ങിച്ചായിരുന്നു. അതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമ്മൾ മടക്കിയെടുത്ത് സമൂസയുടെ ഷേപ്പിലാക്കി. ഈ പിന്നെ ഇതുണ്ടല്ലോ, ഈ ആദ്യമായിട്ടാണ് ഞാൻ ഈ സമൂസ ഉണ്ടാക്കുന്നത്. ഷീറ്റൊക്കെ മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഫില്ലിങ് നിറച്ച് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിച്ചത്. പിന്നെ ഈ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് നിറച്ച് 2 പ്രാവശ്യം കാണിച്ചു തന്നു. പിന്നെ പശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് എന്നാണെന്നറിയാം, മൈദയാണ്. കുറച്ച് മൈദ എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 സ്പൂൺ മൈദ എടുത്തിട്ട് കലക്കിയിട്ട് ബ്രഷും കൊണ്ട് തൂത്തു. എന്നിട്ട് ഞാൻ ഒട്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒട്ടിച്ചു വെച്ചു. അതിനുശേഷം എണ്ണയിൽ ഇത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, എല്ലാവരും കൊളസ്ട്രോളുകാർ ഷുഗറുകാരൊക്കെ ആണല്ലോ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ അതിന് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് എയർ ഫ്രയറിൽ വെച്ചു. എന്നിട്ട് ഞാൻ മറിച്ചിട്ടെടുത്തു. ഒരു 20 മിനിറ്റ് വെച്ച ശേഷം ഞാൻ മറിച്ചിട്ടെടുത്തു. പിന്നെ ഞാൻ 8 മിനിറ്റ് കൂടെ വെച്ചു. അങ്ങനെ നമ്മുടെ സമൂസ റെഡിയായി.